കഴിഞ്ഞ 7 ദിവസങ്ങളിലായി മനോഹരമായ ദൃശ്യ വിരുന്നൊരുക്കിയ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30ാം പതിപ്പിന് ഇന്നിവിടെ തിരശ്ശീല വീഴുകയാണ്. മത്സര വിഭാഗത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന സമാപന ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഔപചാരികമായ ചടങ്ങ് ആരംഭിക്കാൻ തയ്യാറാണ്. വിശിഷ്ടാതിഥികൾ ഏറെ പേരും വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ സയ്യദ് അക്തർ മിർസ, വിഖ്യാത സംവിധായകനായ ശ്രീ സയ്യദ് അക്തർ മിർസയെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഈ സമാപന ചടങ്ങിൽ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS-നെ സസ്നേഹം ക്ഷണിക്കുന്നു. ഗാന്ധിയായി വേഷം കെട്ടാൻ എളുപ്പമാണ്. കെട്ടിയ വേഷങ്ങൾ അഴിച്ചു കളഞ്ഞാൽ മതി. കൽപ്പറ്റ നാരായണ മാഷിൻ്റെ വരികൾ. വിദ്വേഷത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾ വായുവിൽ അവിടവിടായി നിറയുമ്പോൾ അറിഞ്ഞും അറിയാതെയും മനുഷ്യർ കെട്ടുന്ന പൊയ് വേഷങ്ങൾ അഴിച്ചു കളയാനായി സ്വയം തിരശീലയിൽ വേഷമിടുന്ന അതുല്യ പ്രതിഭകളുടെ സിനിമകളാണ് 30ാമത് IFFK-യിൽ പ്രകാശിപ്പിച്ചത്. ആ പ്രകാശത്തിൻ്റെ കണിക ഒപ്പിയെടുത്തുകൊണ്ട് ഭാഷകൾക്കും വേഷങ്ങൾക്കും അതീതമായി നാം ഓരോരുത്തരും പച്ചയായ മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുവാൻ കരുത്ത് കാട്ടിയവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സിനിമാ പ്രേമികൾ, അല്ല ജീവിത പ്രേമികൾ എന്ന് ഞാൻ പറയും. കാരണം എത്രമാത്രമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് നന്മയിലൂടെ വഴിതെളിക്കുവാൻ ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാണ് നാം ഓരോരുത്തരും നമ്മുടെ സ്വരം തിരശീലയിൽ പ്രകാശിക്കുന്നത് കാണാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സദസ്സിന് ആദ്യമായി ഹൃദയപൂർവ്വം IFFK-യുടെ ബലമായി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. 30ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം കേരളത്തിൻ്റെ അഭിമാനം, ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ന് തിരശീല വീഴുകയാണ്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഈ IFFK-യിൽ ലോകം ഒരുപക്ഷെ കേരളത്തിലൂടെ വിരുന്നു വന്നു പോവുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കേരളം എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന IFFK-യുടെ ഈ ഉലക സിനിമാ സംഗമം വിദ്വേഷത്തിൻ്റെ വിൽപ്പനക്കാർക്ക് കേരളം നൽകുന്ന മറുപടിയാണ്. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ അസന്നിഗ്ധമായ സ്വരത്തിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മാനവ മൈത്രിയുടെ വിളനിലമാണ് നമ്മുടെ നവകേരളം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ തൻ്റെ നിതാന്ത സേവനത്തിലൂടെ ഈ നവകേരള സൃഷ്ടിയിൽ നമ്മെ നയിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ ഈ സമാപന സമ്മേളന വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
കേരളത്തിൻ്റെ പ്രിയങ്കരനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ IFFKക്ക് എന്ന് മാത്രമല്ല സാംസ്കാരിക വകുപ്പിൻ്റെ ഓരോ ഉദ്യമത്തിനും ചുക്കാൻ പിടിക്കുന്ന മങ്ങാത്ത ഊർജ്ജസ്വലതയുടെ നിറകുടമായ സാംസ്കാരിക വകുപ്പിന് സമാനതകളില്ലാത്ത പ്രവർത്തന മികവ് സമ്മാനിച്ച നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ സജി ചെറിയാൻ അവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കേരളത്തിൻ്റെ കുട്ടികളുടെ ഏറ്റവും പ്രിയങ്കരനായ മന്ത്രി തിരുവനന്തപുരത്തിൻ്റെ ഓരോ സ്പന്ദനവും ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു വിശിഷ്ട സ്ഥാനമുണ്ട് എന്ന് ആവർത്തിച്ച് തൻ്റെ കരുതലിലൂടെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുന്ന ഏവരുടെയും പ്രിയങ്കരനായ ആദരണീയനായ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളെ സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും അടിപതറാതെ അശരണർക്ക് നവകേരളം എന്നും വിളങ്ങും എന്ന് നമുക്ക് ആവർത്തിച്ച് കാട്ടിത്തരുന്ന നമ്മുടെ ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരളത്തിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ശ്രീ GR അനിൽ. നമ്മുടെ പ്രിയങ്കരനായ നമ്മിൽ ഒരാളായി ദിനംപ്രതി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ശ്രീ BK പ്രശാന്ത് MLA അവർകളെ സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നമ്മിലേക്ക് സ്നേഹത്തിൻ്റെയും നന്മയുടെയും സന്ദേശം പേറിക്കൊണ്ട് മനുഷ്യൻ്റെ യാതനയുടെ തിരിച്ചറിയലുകളുടെ യഥാർത്ഥ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെയാണ്, പുരസ്കാര ജേതാക്കളെയാണ്. ശ്രീ അബ്ദുറഹ്മാൻ സിസാക്കോ 30ാമത് IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ജേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അവാർഡ് ദാന നേരത്തിൽ വിശേഷിപ്പിക്കുന്നതായിരിക്കും. വിശ്രുതനായ ആഫ്രിക്കൻ ചലച്ചിത്രകാരനാണ് അദ്ദേഹം. ശ്രീ സിസാക്കോ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us and making life on earth more meaningful to us. Shri Mohammad Rasaulov, welcome to our midst. He is an acclaimed Iranian independent filmmaker and more importantly, the jury chairperson of the 30th IFFK competitive edition. He has also been named as one of the 100 most influential persons by the Time magazine in 2025. Truly a privilege to have you here, sir. Shri Syed Akhtar Mirza, the legendary filmmaker who has been enthralling us for half a century, for his brilliant contribution towards Indian cinema, for teaching us how to dream. Thank you so much, and we are honored to have you here, sir. Shri Adur Gopalakrishnan, ആ രണ്ട് പദങ്ങൾ മാത്രം മതി മറ്റേത് വാക്കിനേക്കാളും സവിശേഷമായിട്ടുള്ള കരഘോഷത്തിനായി എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഓരോ സവിശേഷമായിട്ടുള്ള ഘട്ടത്തിലും സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു വലിയ അനുഗ്രഹമായി മാറാറുണ്ട്. സ്വാഗതം സർ, ഏറ്റവും അധികം സ്നേഹത്തോടെ ആദരവോടെ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റെല്ലാ മത്സരാർത്ഥികൾക്കും പുരസ്കാര ജേതാക്കൾക്കും ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം അർപ്പിക്കാൻ എനിക്കിപ്പോൾ ആകില്ല. കാരണം പുരസ്കാരങ്ങൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പങ്കെടുത്ത എല്ലാവരെയും മത്സരാർത്ഥികളെയും ഒറ്റ വാക്കിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ അതിഥികളെ സ്വാഗതം ചെയ്യുന്നത് കഴിഞ്ഞു. ഇനി ആതിഥേയരെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ പേര് ഡോക്ടർ റസൂൽ പൂക്കുട്ടി. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി ഇന്ന്
അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സേവനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ സിനിമയുടെ പരിവേഷം തന്നെ ലോകത്തിന് മുന്നിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ അതുല്യ പ്രതിഭയെ നമ്മുടെ മധ്യത്തിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ അവർ ഇവിടെ IFFKക്ക് വന്നിട്ട് കുക്കുവിനെ കാണാതെ തിരിച്ചു പോയ ഒരാൾ പോലും ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയധികം നിറസാന്നിധ്യമാണ് കുക്കുവിൻ്റേതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഏറ്റവും അധികം സ്നേഹത്തോടെ സ്വാഗതം കുക്കു. ശ്രീ കെ മധുപാൽ, ശ്രീ കെ മധു, ഇരുവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അർപ്പിക്കുന്നു. സി അജോയ്, അജോയ് ഉണ്ടിട്ടും ഉറങ്ങിയിട്ടും എത്ര ദിവസങ്ങളായി എന്ന് എനിക്കറിയില്ല. അത്രമാത്രം അജോയും ഒപ്പം സന്തോഷ് കീഴാറ്റൂറും ചലച്ചിത്ര അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തിയും അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിൽ എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സിനിമാ ആസ്വാദകർക്കും മാധ്യമപ്രവർത്തകർക്കും ജീവിതത്തെ അർത്ഥവത്തായി മാറ്റുവാൻ സിനിമയും കലയും ഒക്കെ ഒരു വലിയ മാർഗമാണ്. ആ ഒരു അനിവാര്യതയെ ഉൾക്കൊള്ളുന്ന ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം അർപ്പിച്ചു കൊള്ളുകയാണ്. എല്ലാവർക്കും ഈ സമാപന സമ്മേളനം കഴിയുന്നതോടുകൂടി നമ്മുടെ ചലച്ചിത്രങ്ങളുടെ പ്രകാശം ജീവിതത്തിൽ എന്നും സ്ഫുരിക്കുവാൻ ശക്തിയേകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി. Thank you for that very warm welcome, Dr. Divya S. Iyer. I now invite Dr. Rasool Pukuti, Chairperson of the Kerala State Chalachitra Academy Award-winning sound designer and filmmaker, to deliver his introductory speech. ബഹുമാനപ്പെട്ട നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, കൾച്ചറൽ മിനിസ്റ്റർ ശ്രീ സജി ചെറിയാൻ, ശിവൻകുട്ടി സാർ, മറ്റ് ബാലഗോപാൽജി, വേദിയിലിരിക്കുന്ന പൃഥുതുല്യനും ഗുരുവുമായ ശ്രീ അടൂർജി, സയ്യിദ് സാബ്, and all other dignitaries sitting on the dais, and invitees and friends, I welcome all of you to this closing ceremony of this landmark edition. As we close today, we celebrate a rich cinematic journey that featured 206 films from 82 countries, spanning 26 diverse categories. To mark the 30th edition, one additional theatre was set up and the festival was held across 16 theatres. Around 30 additional films were included in this commemorative edition. The festival was also marked by strong audience participation. A total of 13,470 delegates attended the screenings across 16 theatres, including filmmakers and crew members of the selected films, media professionals, guests participating in allied programs, officials, sponsors. The festival witnessed an active participation of 15,441 people. To mark the completion of 30th edition of IFFK, a major exhibition titled IFFK Experientia was organized, taking audiences through the festival's 3-decade-long history. As a tribute to the birth centenary of Hrithik Ghatak, the exhibition titled Ghatak, the Subat Land and Voice was organized in collaboration with the Department of Information and Cultural Affairs, Government of West Bengal. In addition, a book written by National Award-winning film critic
G.S. Venkateswaran was published, offering comprehensive critical engagement with Ghatak's cinema. Further, 2 films by Shaji and Karun, my dear friend, colleague, and the first chairperson of Kerala State Chalachitra Academy, and a key architect of IFK, were screened in the homage section. A book titled Karunayude Camera, edited by National Award-winning screenwriter Sajeev Parur, documenting his life and cinematic legacy, was also published. The Spirit of Award at the 30th International Film Festival of Kerala was presented to the Canadian filmmaker Kelly Fife Marshall at the inaugural ceremony. Kelly is a filmmaker who powerfully challenges racial prejudices against black communities through her cinema. The award was instituted at the 26th edition of FK to honor fearless women filmmakers who use cinema as a weapon of resistance against injustice in the society. This evening, we are privileged to confer the Lifetime Achievement Award of the 30th FK upon Sri Abdul Rahman Sisaku, one of Africa's most celebrated filmmakers, whose cinema has played a vital role in bringing African narratives and lived realities to global attention. His films, marked by profound humanism and quiet political insight, have enriched the world cinema in remarkable ways. The award will be presented by Honorable Chief Minister of Kerala at this ceremony. The Lifetime Achievement Award, introduced in 2009, is bestowed upon filmmaker who made significant contribution to the art of cinema during their career. The first recipient was Mrinal Sen. Other notable awardees include Jean-Luc Godard, Werner Herzog, Fernando Solanas, Alexander Sukhrov, Jiri Menzel, Majidi Majidi, and Bela Tarr. We are also deeply honored to have with us Mohammad Rasulov, the internationally acclaimed Iranian independent filmmaker who serves as a jury chairperson for the international competition at this edition of IFK. One of the most courageous and influential voices in contemporary world cinema, his uncompromising artistic vision and moral integrity continue to inspire filmmakers and audiences across the world. Rasulov is one of the rare directors who have won 8 awards in Cannes for just 4 films, including The Seed of Sacred Fig, which alone received 4 awards at Cannes last year. In addition to these honors, he has received several major international recognition, such as Golden Bear at Berlin Festival, Golden Peacock International Film Festival of India, the Silver Hugo at Chicago International Film Festival. In 2025, Time magazine named him as one of the 100 most influential people in the world. This occasion also marks significant milestone as we honor Sri Syed Akhtar Mirza, my teacher and our guiding light in Mumbai, a pioneering figure in Indian parallel cinema who has completed 50 glorious years of Indian cinema. His socially engaged and humanistic films have shaped the critical discourse and cinematic practices in the country. As a part of the 30th IFK, 3 of his landmark films have showcased in the retrospective section. Celebrating his enduring legacy, he too will be honored by the Honorable Chief Minister at this function. We believe that this 8-day festival offered all the delegates a rich and memorable cinematic experience. That was my official speech. Now, let me talk my heart. The honorable dignitaries and filmmakers, actors, technicians, students, festival guests, and friends of cinema, namaskaram, and very good evening to all of you. What a journey these past days have been. This 30th edition has been a testament to resilience and renewal. In a world where sensory landscape is crowded and channels of distribution are continually evolving, IFK remains a beacon of cinema
with integrity. We have heard voices from different corners of the globe, intimate personal vision, socially resonant narratives, and experiments that push the language of cinema itself. Each film chosen for this festival carried a spark, an invitation to listen, to question, and to imagine different possibilities of our communities and our world. We must acknowledge the role of Kerala as a cradle of cinema culture, where audiences have cultivated a discerning palate and a generous receptivity to diverse form of storytelling. Our state has long supported independent voices, artists, and collaborations that cross borders and bridge communities. The Chalachitra Academy remains committed to fostering new talent, to nurturing writers, directors, actors, technicians, and producers who will carry forward this legacy with creativity and ethical responsibility. At the same time, we must acknowledge the contemporary pressures surrounding our craft. We stand at a moment when cinema faces challenge beyond the screen. Policies and decisions at higher levels that sometimes seek to curb certain expressions in the name of national interest. There have been discussions and actions at the federal level that would restrict screening of films in IFFCE, a custodian of Kerala's rich cinematic tradition. We believe in protecting creative freedom while engaging in constructive dialogue with stakeholders. Our government's position in this has been very clear. Cinema is a public good, a cultural right, and a space for dialogue, democracy, and dissent. We will continue to advocate for the right of the audiences to encounter diverse visions while ensuring responsible storytelling that represents communities and keep our screens open to voices that challenges, enlighten, and humanize. And to our award winners, congratulations. Your work embodies the courage to push boundaries, the discipline to master the craft, and the generosity to invite audiences into shared inquiry. Your films inspire peers and aspiring filmmakers to tell stories that matter with honesty and care. Finally, to every artist who steps into this festival stage, whether on screen or in the corridors of conversation, thank you for choosing cinema as your language and for inviting us to listen more closely, dream more boldly, and act with greater compassion. To the attendees, thank you for your curiosity, your questions, your ongoing dialogue about cinema's role in the society. Your engagement is the lifeblood of this festival and is testament to Kerala's enduring relationship with this art form. Cinema is a family's gathering place where generations meet, argue, and are moved together by the same story. So we are one family today, connected with diverse voices. Until we meet next time, let's resolve to make more of our life more meaningful with a moving image. As Godard said, long live cinema, truth at 24 frames per second. To that note, I conclude. In my interactions with the audiences, I have realized and I heard that the normal delegates could not watch a film called Sirat. So after the concluding film is shown, Sirat will be shown again in this auditorium. To all of you, we want to tell the cinema lovers in this state will not go away from this premise teary-eyed. Thank you.
Thank you, Dr. Rasul Pukutti, for capturing the true spirit of IFFK in your introductory speech and also for sharing your vision for Kerala State Chalachitra Academy. കേരള സാംസ്കാരിക വകുപ്പിനെ നയിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, എൻ്റെ സഹപ്രവർത്തകരായ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ റസൂൽ പൂക്കുട്ടി, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അധ്യക്ഷ പ്രസംഗം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഉദ്ഘാടനത്തിൽ ചില കാര്യങ്ങളെല്ലാം വകുപ്പുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിരുന്നു. 30ാമത് എഡിഷൻ ഫിലിം ഫെസ്റ്റിവൽ വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചാണ് മികച്ച നിലയിൽ പൂർത്തീകരിച്ചത്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ് കാലത്ത് ഓരോ വർഷവും വലിയ ജനപങ്കാളിത്തത്തോടെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും നല്ല ക്ലാസിക്കലായിട്ടുള്ള സിനിമകൾ ഇവിടെ എത്തിച്ച് ജനങ്ങൾക്ക് പ്രയോജനകരമായി സിനിമാ പ്രേമികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു മികച്ച സംഘാടനമാണ് സർക്കാരും അക്കാദമിയും ചെയ്തത്. ഈ പ്രാവശ്യവും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചു. എങ്കിലും ഈ കേരളത്തിൽ അവതരിപ്പിക്കുന്ന സിനിമകൾ അതൊക്കെ നേരത്തെ തന്നെ അവതരിപ്പിച്ച് ആ സിനിമയ്ക്ക് നേതൃത്വം കൊടുത്തവരെയൊക്കെ കേരളത്തിനെ ആദരിച്ച പല സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതിന് കത്രികപ്പൂട്ടിടുക, തുടക്കം മുതൽ മലയാളത്തിലെ ഈ ഫെസ്റ്റിവൽ അതില്ലാതാക്കാൻ, തകർക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്നത് വസ്തുതയാണ്. അവസാനം 19 സിനിമയ്ക്ക് അംഗീകാരം തന്നില്ല. പക്ഷേ കേരളത്തിലെ ഈ ഗവൺമെൻറ്, ഞാനതിൽ അഭിമാനിക്കുകയാണ്, ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കീഴിൽ ഞങ്ങൾ ഇതിനെ നേരിടും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഈ പടങ്ങളൊക്കെ നിരോധിച്ചാൽ, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞാൽ, സെൻസർ ചെയ്താൽ അത് ഭയപ്പെട്ട് വീട്ടിൽ ഒളിച്ചോടുന്ന പാരമ്പര്യമല്ല ഞങ്ങൾക്ക്. പക്ഷേ ചില റിലേഷൻസൊക്കെ, കേന്ദ്ര സംസ്ഥാന റിലേഷൻസൊക്കെ ഉണ്ടല്ലോ. ആ ശക്തമായ നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, വകുപ്പ്, ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ 12 പടത്തിന് അംഗീകാരം തരേണ്ട സാഹചര്യം ഉണ്ടായി. 6 പടങ്ങൾ എന്നിട്ടും സെൻസർ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കില്ല. എല്ലാ പടവും കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ കാണിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഔദ്യോഗികമായ ചില സാഹചര്യങ്ങൾ, ചില നിലപാടുകൾ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഈ ഗവൺമെൻറ് ആരോടൊപ്പമാണ് എന്ന ചോദ്യം എപ്പോഴും നിരന്തരം ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതിജീവതയോടൊപ്പമാണ് ഈ ഗവൺമെൻറ്. ആ പ്രഖ്യാപനത്തിന് ശേഷം അതിൻ്റെ മറവിൽ വീണ്ടും വീണ്ടും കേരളത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ത്രീരത്നങ്ങളെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും നടത്തുന്ന ഹീനമായ ശ്രമങ്ങളെ ശക്തമായി നേരിടും എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, അവൾക്കൊപ്പമാണ്. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഈ 2 ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന ഈ 30ാമത് എഡിഷൻ ഇവിടെ ഇപ്പോൾ അവസാനിക്കുന്നത്. ഇതിൽ സഹകരിച്ച എല്ലാ ചലച്ചിത്ര പ്രേമികളോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ മുഖ്യമന്ത്രി, ഇതിനെല്ലാം ധൈര്യപൂർവ്വം പിന്തുണ നൽകുന്ന ശ്രീ പിണറായി വിജയൻ അവരുകളെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്രമേള 30 പതിപ്പുകളാണ് വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞത്. 3 പതിറ്റാണ്ട് പിന്നിടുന്ന IFFK അതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് കൊണ്ട് തന്നെ ഇതിനകം ലോകത്തെ എണ്ണപ്പെട്ട ചലച്ചിത്രമേളകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. രാജ്യത്ത് നിരവധി ചലച്ചിത്രമേളകൾ നടക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന നിരവധി പ്രത്യേകതകൾ IFFKക്കുണ്ട്. അതിജീവനത്തിനായി പൊരുതുന്ന 3 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾക്കാണ് ആരംഭകാലം മുതൽ ഇന്നോളം IFFKയിൽ പ്രാമുഖ്യം നൽകി പോന്നിരുന്നത്. മാത്രമല്ല, ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളെ മാത്രമാണ് മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. IFFKയുടെ ഈ രാഷ്ട്രീയ നിലപാടിന് ശക്തമായ അടിവരയിടുന്നതാണ് ഈ 30-ാം പതിപ്പ്. മേളയുടെ ഉദ്ഘാടന ചടങ്ങും അവിടെ നൽകിയ പുരസ്കാരങ്ങൾക്ക് അർഹരായവരെയും പരിശോധിച്ചാൽ ആർക്കും ഇത് ബോധ്യമാകും. സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ഈ മേളയുടെ ഉദ്ഘാടന ചിത്രം പലസ്തീൻ 36 ആയിരുന്നു. 1936 ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പൊരുതിയ പലസ്തീനികളുടെ അതിജീവന കഥ പറഞ്ഞ ചിത്രമായിരുന്നു അത്. ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് പാലസ്തീൻ അംബാസഡർ ഹിസ് എക്സലൻസി അബ്ദുള്ള അബൂ ഷായേഷ. കറുത്ത വർഗക്കാരോടുള്ള വംശീയ മുൻവിധികൾക്കെതിരെ സിനിമയിലൂടെ അതിശക്തമായി പൊരുതുന്ന കനേഡിയൻ സംവിധായിക കെല്ലി ഫൈഫ് മാർഷലിനാണ് ഇത്തവണ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിച്ചത്. സ്വതന്ത്ര ചലച്ചിത്ര പ്രവർത്തനത്തിൻ്റെ പേരിൽ ഇറാൻ ഭരണകൂടത്തിൻ്റെ സെൻസർഷിപ്പിനും ശിക്ഷാവിധികൾക്കും ഇരയായ മുഹമ്മദ് റസൂലോഫാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൻ്റെ ജൂറി ചെയർമാൻ. അങ്ങനെ അടിമുടി പുരോഗമന രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന മേളയാണിത്. എന്നാൽ ഇത്തവണ പതിവില്ലാത്ത ഒരു പ്രതിസന്ധി കൂടി മേളക്കുണ്ടായി. കൂടി അതിനെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞു. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയമാണ് അസാധാരണമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത്. 19 സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ട് ഈ മേളയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള ഒരു കടന്നുകയറ്റം. അതിൻ്റെ ഫലമായി ആദ്യ ദിവസങ്ങളിൽ 10ഓളം സിനിമകളുടെ പ്രദർശനം റദ്ദാക്കേണ്ടി വന്നു.
സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് 13 സിനിമകൾക്ക് പ്രദർശന അനുമതി ലഭിച്ചു. എന്നിട്ടും 6 എണ്ണത്തിനുള്ള പ്രദർശനാനുമതി നിഷേധിച്ചു. ഭിന്നസ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ നയങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമായി വേണം ഇതിനെ കാണുവാൻ. അങ്ങേയറ്റം അപഹാസ്യമായ തീരുമാനങ്ങളായിരുന്നു കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റേത്. ഉദാഹരണത്തിന് ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു. എന്താണ് കാരണം? ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമയ്ക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു. സ്പാനിഷ് ജനപ്രിയ സംഗീതമായ ഹിപ്പ് ഹോപ്പ്, ആ ഹിപ്പ് ഹോപ്പുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു അത്. ഹിപ്പ് ഹോപ്പ് സംഗീത സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം, കലഹം എന്നൊക്കെയാണ്. ഇത് തിരിച്ചറിയാതെ ബീഫ് എന്ന് കേട്ടയുടൻ ഇവിടുത്തെ ബീഫാണ് എന്ന് കണക്കാക്കി അതിനെതിരെ വാളെടുക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എത്ര പരിഹാസ്യമായ കാര്യമാണ് ഇത് എന്ന് നോക്കുക. ഒടുവിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ബീഫല്ല ഇതെന്ന് മനസ്സിലായപ്പോഴാണ് അതുൾപ്പെടെയുള്ള സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകുന്നത്. മറ്റൊരു പ്രധാന സിനിമ പ്രദർശനാനുമതി നിഷേധിച്ചവയുടെ കൂട്ടത്തിലുണ്ട്. ലോക ക്ലാസിക്കായ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്ന സിനിമയാണിത്. വിഖ്യാത ചലച്ചിത്രകാരൻ ഐൻസ്റ്റീൻ്റെ ഈ സിനിമ ഇവിടെ തന്നെ എത്രയോ തവണ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. മാത്രമല്ല, ചലച്ചിത്ര വിദ്യാർത്ഥികൾ ആവർത്തിച്ച് പഠിക്കുന്ന സിനിമ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ലോക സിനിമയെ പറ്റിയുള്ള കേന്ദ്ര ഭരണ സംവിധാനത്തിൻ്റെ അജ്ഞതയുടെ നിർലജ്ജമായ പ്രകടനമായി വേണം ഈ തീരുമാനത്തെ കണക്കാക്കാൻ. സാർ ചക്രവർത്തിമാരുടെ പട്ടാളത്തിനെതിരെ പടക്കപ്പലിലെ തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ കഥയാണല്ലോ ഈ സിനിമയുടെ പ്രമേയം. തൊഴിലാളി വർഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ പറയുന്ന സിനിമ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾക്ക് അനഭിമതമായി തോന്നിയതിലും അത്ഭുതപ്പെടാനില്ല. പലസ്തീൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകൾക്ക് സെൻസർ ഇളവ് നിഷേധിച്ചതിലൂടെ പാലസ്തീൻ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമായി. ചേരിചേരാ നയത്തിൻ്റെ ഭാഗമായി എക്കാലവും പാലസ്തീൻ്റെ പക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പാലസ്തീൻ വിമോചന സംഘടനയെ അംഗീകരിച്ച ആദ്യ അറബ് ഇതര രാഷ്ട്രവും ഇന്ത്യയാണ്. പാലസ്തീൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു കാലത്തെ ആ ദേശത്തിൻ്റെ ജീവിത കാഴ്ചകളെ കേരളം കാണേണ്ടതില്ല എന്ന രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമാണ്
ഈ വിലക്കുകൾക്ക് പിന്നിൽ. 2016 2017 IFFKയിൽ സുവർണ ചകോരം ലഭിച്ച വാജിബ്, ക്ലാഷ് എന്നീ ചിത്രങ്ങൾക്കും പ്രദർശനാനുമതി നിഷേധിച്ചു. വിഖ്യാത ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദുർ റഹ്മാൻ സിസാക്കോയുടെ തിംബുക്തു, ബമാക്കോ എന്നീ 2 സിനിമകൾക്കും പ്രദർശന അനുമതി നിഷേധിക്കപ്പെട്ടു. അദ്ദേഹത്തിനാണ് ഇത്തവണ കേരളം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം സമ്മാനിക്കുന്നത് എന്നതും ഓർക്കണം. 57 കൊല്ലം മുൻപുള്ള ദ അവർ ഓഫ് ദ ഫർണസസ് എന്ന ചിത്രത്തിനും വിലക്കുണ്ടായിരുന്നു. 6 കൊല്ലം മുൻപ് ഇതേ വേദിയിൽ IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം സ്വീകരിച്ച ഫെർണാണ്ടോ സൊളാനസിൻ്റെ സിനിമയാണിത്. നിങ്ങളിൽ പലരും അത് കണ്ടിരിക്കും. അർജന്റീനിയൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോടതിയിൽ മൊഴി നൽകിയതിൻ്റെ പേരിൽ ബ്യൂണസ് അയേഴ്സിലെ തെരുവിൽ വെച്ച് അദ്ദേഹത്തിന് വെടിയേറ്റു. ഗുരുതരമായ പരിക്കുകളോടെ ആംബുലൻസിലേക്ക് കയറുമ്പോൾ സൊളാനസ് വിളിച്ചു പറഞ്ഞു, അർജന്റീന മുട്ടുകുത്തുകയില്ല, ഞാൻ നിശബ്ദനാവാനും പോകുന്നില്ല. ഇങ്ങനെ വെടിയേറ്റ് പിടയുമ്പോഴും നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച സൊളാനസിനെ പോലുള്ള വിപ്ലവകാരികളായ ചലച്ചിത്രകാരന്മാരാണ് എന്നും IFFKക്ക് സ്വാതന്ത്ര്യബോധത്തിൻ്റെ ഊർജം പകർന്നു നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലമാണിത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇത് കേവലം കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ അജ്ഞത കൊണ്ടുണ്ടായ സാങ്കേതിക നടപടിയല്ല. 30 വർഷം പ്രായമായ IFKയെ ഞെരിച്ചു കൊല്ലാനുള്ള സ്വേച്ഛാധിപത്യപരമായ ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ. ഇത് തിരിച്ചറിഞ്ഞാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. പ്രദർശനാനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും വിലക്ക് മറികടന്നുകൊണ്ട് പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം അതിൻ്റെ ഭാഗമായിരുന്നു. അതുവഴി ലോകത്തെ മുൻനിര മേളകളിൽ പ്രദർശിക്കപ്പെടുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്ത സിനിമകൾ കാണാനുള്ള ഡെലിഗേറ്റുകളുടെ അവകാശത്തിനൊപ്പമാണ് സർക്കാർ നിലകൊണ്ടത്. ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യ വിരുദ്ധമായ ഏത് ഫാസിസ്റ്റ് നടപടിയെയും ചെറുത്തുകൊണ്ട് IFFK ഇവിടെ തന്നെ ഉണ്ടാവും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റത്തിന് മുൻപിൽ ഒരു കാരണവശാലും IFFK മുട്ടുമടക്കില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. IFFKയിലെ സിനിമകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊക്കെ സിനിമാ പ്രവർത്തകർ കേരളത്തിൽ വരണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ പോലും കേന്ദ്ര സർക്കാർ കൈകടത്തി തുടങ്ങിയിരിക്കുന്നു. അതീവ ഗൗരവമായ കാര്യമാണിത്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പോർട്ടൽ വഴിയുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് എന്ന കടമ്പ കടന്നു വേണം ചലച്ചിത്ര പ്രവർത്തകരെ മേളയിലെത്തിക്കാൻ. പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വ്യക്തിവിവരങ്ങളിലൂടെ രാഷ്ട്രീയ ആഭിമുഖ്യം മനസ്സിലാക്കി ചില ചലച്ചിത്ര പ്രവർത്തകർക്ക് സന്ദർശന അനുമതി നിഷേധിക്കുന്ന നടപടി ഇത്തവണയും ഉണ്ടായി. അത്യന്തം പ്രതിഷേധാർഹമായ കാര്യമാണിത്.
ഞങ്ങൾക്കിഷ്ടമില്ലാത്തത് നിങ്ങളറിയേണ്ട, ഞങ്ങൾക്കിഷ്ടമില്ലാത്തവരുമായി നിങ്ങൾ സഹകരിക്കണ്ട എന്ന മട്ടിലുള്ള ഫാസിസ്റ്റ് പ്രവണത എതിർക്കപ്പെടേണ്ടതാണ്. ഈ മേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച തുർക്കി സിനിമയുടെ സംവിധായകനും നിർമ്മാതാവിനും അസർബൈജാനിലെ ഒരു ജൂറി അംഗത്തിനും ഇത്തവണ വിസ നിഷേധിക്കപ്പെട്ടു. ഞാനാണോ, എൻ്റെ രാജ്യമാണോ പ്രശ്നം എന്നാണ് അവർ പരസ്യമായി ചോദിച്ചത്. മാത്രമല്ല, ഇന്ത്യയിൽ വരാൻ അനുമതി നൽകാത്തത് നിരാശാജനകമാണ് എന്നവർ പ്രതികരിക്കുക കൂടി ചെയ്തു. എത്രമാത്രം പരിഹാസ്യമായ കാര്യങ്ങളാണിതൊക്കെ! ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യത്തെ നാണം കെടുത്തുന്ന നടപടികളില്ലേ ഇത്? ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ വേണം. നമ്മുടെ സാംസ്കാരിക ഇടങ്ങൾ തിരിച്ചു പിടിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ രാഷ്ട്രീയ ദൗത്യമാണ്. വർഗീയതക്കും സങ്കുചിത ചിന്തകൾക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല കേരളത്തിൻ്റെ മതേതര സാംസ്കാരിക ഭൂമിക. ആ ഇടങ്ങൾ സംരക്ഷിക്കാനും തിരിച്ചുപിടിക്കാനുമുള്ള പോരാട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സംസ്ഥാന സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ മേളയുടെ ജീവാത്മാവായ നിങ്ങൾ ഓരോരുത്തരും ആ മുന്നേറ്റത്തിൽ സർക്കാരിനൊപ്പം കൈകോർക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന കലയിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധം തീർക്കാം എന്നറിയിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ IFFK-യുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. പുരസ്കാരത്തിന് അർഹരായ മുഴുവൻ പ്രതിഭകളെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഏത് വെല്ലുവിളിയുടെ മുന്നിലും ഉറപ്പോടെ ധൈര്യത്തോടെ നിന്ന് നമ്മെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയിച്ചുള്ള വാക്കുകൾക്ക് ഏറെ നന്ദി. We now move on to one of the most significant moments in this evening, the Lifetime Achievement Award that's being conferred now. This was instituted in 2009 and it honors filmmakers who have made an enduring contribution to the art of cinema. This year, the Lifetime Achievement Award of the 30th IFFK is being conferred upon Shri Abdurrahman Sissako, one of Africa's most celebrated filmmakers whose cinema has brought African realities, histories and human experiences to global attention. The award carries a cash prize of rupees 10 lakhs and a memento. I invite Shri Pinarayi Vijayan, Honorable Chief Minister of Kerala, to present the Lifetime Achievement Award to Shri Abdurrahman Sissako, one of Africa's most important filmmakers, internationally celebrated for films like Timbuktu that explore globalization, exile and human dignity with poetic depth. His film Waiting for Happiness earned the prestigious Fipresci Prize at the Cannes Film Festival, and Timbuktu received an Academy Award nomination for the Best Foreign Language Film. The Lifetime Achievement Award at the International Film Festival of Kerala being conferred upon Shri Abdurrahman Sissako, Mauritanian-Malian filmmaker, Shri Abdurrahman Sissako,
his acceptance speech. We warmly welcome you, sir. I will be very brief because it's a great moment for me. First, I want to thank EFK to invite me to be here for this award. I want to thank Kerala, the city, Trivandrum. But I really think today to one person who make possible, who make my first meeting with Kerala. It was 27 years ago. I think a lot about him is Shashi Karun. Yes, he's introduced me to you. He was for me like my brother because, you know, I come from Africa. Africa and India is two big things for many reasons. We are with Shashi Karun a brother in life, but also the brother in the cinema. I want to thank all filmmakers who I met here, the young people who share with me a lot of very, very simple but touching words to me. Thank you very much. This award goes firstly for me to my country, but firstly to my continent, Africa. I'm very proud to get this award. Thank you very much. Thank you. Thank you, Mr. Sisako. We are honored by your presence here and by you accepting this award from us. Thank you. We are also honored to have with us today Mr. Mohammad Rasulov, the internationally acclaimed Iranian independent filmmaker who served as the jury chairperson of the international competition at the 30th IFFK, and he is known as one of the most courageous and influential voices in contemporary world cinema. I now invite Honorable Chief Minister Shri Pinarayi Vijayan to felicitate our jury chairperson Shri Mohammad Rasulov. He has been long subjected to censorship and punitive action by the Iranian government because of his commitment to independent filmmaking, and he has been forced into exile, and he currently resides in Germany. He has directed 5 films, but none of them has been allowed to be screened in Iran. And in 2010, he was filming with Jafar Panahi when he was arrested, and he spent 6 years in prison. We now invite Shri Mohammad Rasulov to address this gathering. سلام، شب بخیر. خیلی خوشحالم که بعد از 22 سال دوباره در کرالا هستم. Very good evening. I am very happy that after 23 years, I am again here in Kerala. من موقع اولین فیلممو ساخته بودم و هیچ وقت فکر نمی کردم که سالها بعد دوباره اینجا با شما باشم و درباره اون چیزی که پشت سر گذاشتم فکر کنم. When I was here, I never thought that I will be here again. On that time, I was scripting my film Iron Island, and on that time I didn't feel that I will be here in IFFK. خیلی مفتخرم برای حضورم در اینجا، برای این جایزه خیلی ممنونم از جوری محترم که با هم دیگه کار کردیم و تعدادی فیلم دیدیم و فیلمایی که دوست داشتیم و به نظرمون شایسته بودن رو
انتخاب کردیم. هم خیلی تشکر میکنم از فستیوال و از کرالا. I'm honored to be here and represent the jury, and I'm very happy that we have had a very good decision and we had a good time here and discussed very good things. And I am very honored to thank the IFFK for inviting us, and I'm very glad to the government of Kerala for being here. Thank you, Kerala. Thank you very much. A director whose film got 4 awards at Cannes last year, and for that very reason, an additional 8 years of imprisonment. What a beacon of protest, revolution with art. Thank you for your presence here, sir. This evening, we are also honoring a towering figure in Indian parallel cinema. Shri Syed Akhtar Mirza is a pioneering filmmaker whose socially committed cinema has shaped the critical discourse in India, and he is completing 50 glorious years in Indian cinema. As part of the 30th IFFK, 3 of his landmark films were also screened here. I now invite Shri Pinarayi Vijayan, our Honorable Chief Minister, to honor Shri Syed Akhtar Mirza. 50 years of cinematic excellence, progressive thought, and masterful storytelling. A graduate of the Film and Television Institute of India, known for his films rooted in progressive political thought, he is currently serving as the chairman of the K.R. Narayan National Institute of Visual Arts and Science. I invite Shri Syed Akhtar Mirza to address this gathering. I am deeply honored by this award given to me in the 30th edition of the IFFK, and I honestly believe the reason why I'm so honored is because there is no place in India that has such a tremendous history of cinema and the growth of cinema as the state of Kerala. And when this state honors you, it means a lot to me. Thank you so much. Thank you, sir, for your heartfelt words of appreciation. ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷത്തിലേക്കാണ്, പുരസ്കാര സമർപ്പണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. FFSI KR മോഹനൻ, നെറ്റ്പാക്, ഫിപ്രസ്കി ജൂറി അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനും അതുപോലെ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതിനുമായി ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറിയും ഫെസ്റ്റിവൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശ്രീ C. അജോയെ സസ്നേഹം ക്ഷണിക്കുന്നു. Like a gripping scene that intensely captures audience attention, the entirety of IFFK is moving on to the award distribution ceremony. First, we move on to FFSI KR Mohan Award for Best Debut Director from India. I would like to call upon to stage prolific filmmaker Sri K. Hariharan, film critic Latika Padonkar, and our own Malayalam's dearest Sajita Madathil onto the stage.
the FFSI K.R. Mohanan Award for the Best Debut Director from India of the 30th International Film Festival of Kerala is shared by and between Tanushri Das and Soumyananda Sahi for Shadow Box, Baksho Bandi, Tanushri Das and Soumyananda Sahi. I request both of you to come on to the stage and receive the award from Honorable Chief Minister of Kerala, Shri Pinarayi Vijayan. Now I request Honorable Finance Minister of Kerala, Sri K.N. Balagopal, to give a token of appreciation to the jury members. Jury members, please receive the mementos from Honorable Finance Minister of Kerala. On to the NETPAC Awards. I request the NETPAC jury, Upali Kamlat, Supriya Suri and Ishita Sen Gupta to come on to the stage while we give away the awards. NETPAC Award for the Best Malayalam Film. The award is shared by Kitki Gav by Sanju Surendran and Tanda Peru by Unnikrishan Avala. Kitki Gav and Tanda Peru, Life of Alice. If on a winter's night, Kitki Gav and Life of Alice, Tanda Peru. I request both Sanju Surendran and Unnikrishan Avala to come on the stage and receive the award from Honorable Chief Minister of Kerala, Shri Pinarayi Vijayan. Now we have the NETPAC Award for the Best Asian Film in Competition, and the award goes to. So I request NETPAC Award for the Best Asian Film in Competition, Cinema Jasire by Goste Kural. I think Goste is not with us today, so I request
Honorable Finance Minister Shri K.N. Balagopal to give the token of appreciation to the NEDPAC jury members. Moving on to the Fipresky Awards, I request the jury Christopher Small, Aparajita Pujari and Ashanti Onkar to kindly come on to the stage while we announce the award. Fipresky Award for the Best Malayalam Film of a Debut Director. And the award goes to Fasil Rasak for Moham. Fasil Rasak. I request Fasil Rasak, yet again on IFFK stage. I request Fasil Rasak to come on to the stage and receive the award from Honorable Chief Minister of Kerala, Sri Pinarayi Vijayan. Now we are on to Fipresky Award for the Best Film in International Competition. And the award goes to If on a Winter's Night, Kitki Girls by Sanju Surendran. I request Sanju to come on to the stage once again for receiving the award from Honorable Chief Minister of Kerala. I request Honorable Minister to hand over the mementos to the respected jury members. Moving on to the most important and the most sought after awards, the International Competition Awards. Before announcing the award, I request our jury chairman on stage, Mohammad Rasuluf, Ankala Malina, Big Chuyin, Edmund Yo and Sandhya Suri to kindly come on to the stage while we give away the awards. Special jury mention for performance. And the award goes to Tilot
Tilottama Shom for playing the lead role in Baksho Bandi, Shadow Box. Tilottama Shom. I request Tilottama Shom to come on to the stage and receive the award from Honorable Chief Minister of Kerala. Director Soumyananda Shahi is receiving the award for Tilottama Shom. Special jury mention for technical excellence. And the award goes to Black Rabbit, White Rabbit by Sharam Mokhri. Now, we don't have the representative of the film, so moving on to the jury prize. And I request Unnikrishan Avala to come on to the stage to receive the award for Life of Alice Tanda Peru. Jury prize of international competition goes to Tanda Peru by Unnikrishan Avala. Rajata Chakoram for the Best Debut Director. And the award goes to, as expected, Tanushree Das and Soumyananda Sahi for Baksho Bandi. I request Soumyananda to come on to the stage and receive the award. The award is shared between Soumyananda Sahi and Tanushree Das. And Rajata Chakoram for the Best Director. The award is shared by and between Karina Piazza and Lucia Brasiler for Before the Body in recognition for their distinctive and exploratory approach to the genre. Cash prize of 4 lakh equally shared between the directors. Suvarna Chakoram for the best film of 30th International Film Festival of Kerala goes to 2 Seasons, 2 Strangers, directed by Show Miyake for its exploratory, subtle, beautiful and thought-provoking cinematic expression. I request the editor Kiko to come on to the stage and receive the prestigious award from
Honorable Chief Minister of Kerala, Sri Pinarayi Vijayan. Award carries a money purse of 20 lakh rupees shared equally between the director and producer. Suvarna Chagoram goes to 2 seasons, 2 strangers. What a great moment. And now we are moving to the, I request Honorable Ministers, Sri V. Shivankuti to greet Edmund Yo, who is representing the international jury. And the jury chairman is also with Edmund Yo. Now we have the most popular award of this festival, the Audience Poll Award, decided by the delegates of 30th IFFK. And I'm opening it in front of you. And the award goes to Life of Palace Tanda Pere by Unnikishan Avala. I request the Honorable Minister for Culture, Sri Saji Cherian, to give away the Audience Poll Award. Hearty congratulations to all the winners. Restored Classics വിഭാഗത്തിൽ ഇത്തവണ പ്രദർശിപ്പിച്ച മലയാള ചിത്രം മുട്ടത്ത് വർക്കിയുടെ രചനയെ ആസ്പദമാക്കി 1957 പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത പാടാത്ത പൈങ്കിളി എന്ന ചിത്രമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിൽ നിന്നും ഇറങ്ങുകയാണ്. നമ്മുടെ മറ്റു പുരസ്കാരങ്ങൾ അതിനുശേഷം. Restored Classics വിഭാഗത്തിൽ നമ്മൾ ഇത്തവണ പ്രദർശിപ്പിച്ച പ്രേം നസീറും മിസ് കുമാരിയും മുഖ്യവേഷങ്ങളിലെത്തിയ ഈ സിനിമ മെറിലാൻഡ് സ്റ്റുഡിയോ ആയിരുന്നു നിർമ്മിച്ചത്. മെറിലാൻഡ് കുടുംബത്തിലെ ഇളം തലമുറയിലെ നിർമ്മാതാവ് ശ്രീ വിശാഖ് സുബ്രഹ്മണ്യം ഇന്നിവിടെ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്ത് അവർകൾ ഇവിടെയുണ്ട്. ആദരവേറ്റു വാങ്ങുന്നതിനായി ശ്രീ വിശാഖ് സുബ്രഹ്മണ്യത്തെ വേദിയിലേക്ക് സാദരം സസ്നേഹം ക്ഷണിക്കുന്നു. കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആയ മെറിലാൻഡ് സ്ഥാപിച്ച ശ്രീ P. സുബ്രഹ്മണ്യത്തിന്റെ ചെറുമകനാണ് ശ്രീ വിശാഖ് സുബ്രഹ്മണ്യം. മുപ്പതാമത് IFFK-യിൽ ഏറ്റവും മികച്ച രീതിയിൽ വാർത്തകൾ അവതരിപ്പിച്ച മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും അതുപോലെ തിയേറ്ററുകൾക്കുള്ള പുരസ്കാരങ്ങളും നമുക്ക് ഈ വേദിയിൽ ഇനി നൽകാനുണ്ട്. We request everyone to be kindly seated. 30ാമത് IFFK-യുടെ വാർത്തകൾ മിഴിവാർന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും സഹിതം സമഗ്രമായ റിപ്പോർട്ടിംഗ് നടത്തിയ മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരമാണ് ഇനി ഈ വേദിയിൽ നമ്മൾ സമ്മാനിക്കുന്നത്. മാധ്യമ അവാർഡുകൾ സമ്മാനിക്കുന്നതിനായി നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഇപ്പോൾ വേദിയിലേക്ക് തിരികെ എത്തും. അതിനായാണ് ഒരു നിമിഷം കാത്തിരുന്നത്. 10,000 രൂപയും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് മാധ്യമ അവാർഡുകൾ. Honorable Minister S. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ തിരികെ വേദിയിലേക്ക് എത്തുകയാണ്. മാധ്യമ പുരസ്കാരങ്ങൾ ആദ്യം അച്ചടി മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. The first category, overall coverage. ഓവറോൾ കവറേജിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് The New Indian Express. പുരസ്കാര സമർപ്പണം നടത്തുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളാണ്. 10,000 രൂപയും പ്രശംസാപത്രവും അടങ്ങുന്ന ഓവറോൾ കവറേജിനുള്ള പുരസ്കാരം അച്ചടി മാധ്യമങ്ങൾ കാറ്റഗറിയിൽ നേടിയിരിക്കുന്നത് The New Indian Express. അച്ചടി മാധ്യമങ്ങൾക്കിടയിലെ ഏറ്റവും മികച്ച റിപ്പോർട്ടർ, ദ ബെസ്റ്റ് റിപ്പോർട്ടർ, അരവിന്ദ് എസ് ശശി. കലാകൗമുദിയിൽ നിന്നും അരവിന്ദ് എസ് ശശി. കലാകൗമുദിയിൽ നിന്നും അരവിന്ദ് എസ് ശശിയാണ് ഏറ്റവും മികച്ച റിപ്പോർട്ടർക്കുള്ള അച്ചടി മാധ്യമങ്ങളിലെ പുരസ്കാരം നേടിയിരിക്കുന്നത്. ഒരു പ്രത്യേക പരാമർശം The New Indian Expressiലെ അപർണ നായർ. അപർണ നായർ from The New Indian Express gets a special mention among print media. Best photographer, മെട്രോ വാർത്തയിൽ നിന്നും ജയചന്ദ്രൻ. മെട്രോ വാർത്തയിൽ നിന്നും ശ്രീ ജയചന്ദ്രനാണ് ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. The best photographer in print media, Mr. Jayachandran from Metro Varta. ദൃശ്യമാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരങ്ങളാണ് ഇനി നൽകുന്നത്. ഓവറോൾ കവറേജിനുള്ള ദൃശ്യമാധ്യമ റിപ്പോർട്ടിംഗ് പുരസ്കാരം നേടിയിരിക്കുന്നത് ദൂരദർശൻ.
ദൂരദർശനാണ് ഓവറോൾ റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത്. Congratulations to the team that has come on stage. മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരമാണ് അടുത്തത്. ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടർ 24 ന്യൂസിൽ നിന്നും മേഘ്ന മുരളി. മേഘ്ന മുരളി from 24 News bags the best reporter prize among broadcast media. പരാമർശമുണ്ട്. മാതൃഭൂമി ന്യൂസിൽ നിന്നുള്ള രാഹുൽ ജി നാഥനാണ് സ്പെഷ്യൽ മെൻഷൻ ഇൻ വിഷ്വൽ മീഡിയ റിപ്പോർട്ടിംഗ്. രാഹുൽ ജി നാഥ് ഫ്രം മാതൃഭൂമി ന്യൂസ്. ഏറ്റവും മികച്ച ക്യാമറമാൻ Pradeep Palavilagam from Asianet News. The best cameraman who captured the best visuals of IFFK 30th edition, Pradeep Palavilagam from Asianet News. ഓൺലൈൻ മീഡിയയ്ക്കുള്ള പുരസ്കാരങ്ങളാണ്. ഇനി 2 അവാർഡുകളാണ് നൽകാനുള്ളത്. ആദ്യത്തേത് ഓവറോൾ കവറേജിനുള്ളതാണ്. നേടിയിരിക്കുന്നത് ദേശാഭിമാനി ഓൺലൈൻ. ഓവറോൾ കവറേജിനുള്ള ഓൺലൈൻ മീഡിയ പുരസ്കാരം നേടിയിരിക്കുന്നത് ദേശാഭിമാനി ഓൺലൈൻ. ഓൺലൈൻ മീഡിയ കാറ്റഗറിയിലും ഒരു പ്രത്യേക പരാമർശമുണ്ട്. The special mention goes to Team Asianet Online. Team Asianet Online gets a special mention in the online media category. Congratulations, both teams. Asianet Online now on stage. ഇതിനുശേഷം നമ്മൾ കടക്കുന്നത് ശ്രവ്യമാധ്യമ റിപ്പോർട്ടിംഗ് പുരസ്കാരങ്ങളിലേക്കാണ്. റേഡിയോ 2 പുരസ്കാരങ്ങളാണ് നൽകാനുള്ളത്. ആദ്യത്തേത് ഓവറോൾ കവറേജിനുള്ളതാണ്. ശ്രവ്യമാധ്യമ റിപ്പോർട്ടിംഗിൽ ഓവറോൾ കവറേജിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയം. ആകാശവാണി തിരുവനന്തപുരം നിലയം. Prize for the best radio reporting overall coverage goes to ആകാശവാണി തിരുവനന്തപുരം നിലയം. And the special mention in this category goes to Radio Kerala of Kerala Media Academy, Kochi. പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നത് റേഡിയോ കേരള from Kerala Media Academy, Kochi. ഇനി തിയേറ്റർ
അവാർഡുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഏറ്റവും ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്താണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. മേള ചിത്രങ്ങൾ കാണുന്നതിനായി ഏറ്റവും മികച്ച ശബ്ദ, ദൃശ്യ, സാങ്കേതിക സംവിധാനങ്ങളും ഡെലിഗേറ്റുകൾക്കായി ഏറ്റവും നല്ല സൗകര്യങ്ങളും ഒരുക്കിയ തിയേറ്ററുകൾക്കുള്ള അവാർഡുകളാണ് വേദിയിൽ സമർപ്പിക്കുന്നത്. 10,000 രൂപയും പ്രശംസപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച സാങ്കേതിക തികവിനുള്ള തിയേറ്ററിനുള്ള അവാർഡ് സമ്മാനിക്കുന്നത് VK പ്രശാന്ത് MLA. നേടിയിരിക്കുന്നത് കൈരളി തിയേറ്റർ സമുച്ചയം. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി മാനേജർ D. രാജേഷ് കുമാറിനെയും കമ്പനി സെക്രട്ടറി ശ്രീമതി വിദ്യയെയും സാദരം ക്ഷണിക്കുന്നു. കൈരളി തിയേറ്റർ മാനേജർ D. രാജേഷ് കുമാർ, ഒപ്പം കമ്പനി സെക്രട്ടറി ശ്രീമതി വിദ്യ. മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയ തിയേറ്ററിനുള്ള അവാർഡ് സമ്മാനിക്കുന്നതിനായി ശ്രീ മധുപാലിനെ ക്ഷണിക്കുന്നു. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ ശ്രീ മധുപാൽ. ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഏരീസ് പ്ലെക്സ് SL സിനിമാസ് ഡയറക്ടർ ശ്രീ ജോയ് M-നെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു. 10,000 രൂപയും പ്രശംസപത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഏരീസ് പ്ലെക്സ് SL സിനിമാസ്. വിശിഷ്ട വ്യക്തികൾക്കും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗവും പ്രമുഖ നടനുമായ ശ്രീ സന്തോഷ് കീഴാറ്റൂരിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സമാപന ചടങ്ങിന് അധ്യക്ഷ പദവി അലങ്കരിച്ച കേരളത്തിൻ്റെ ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സമാപന ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും പുരസ്കാരങ്ങൾ ദാനം ചെയ്യുകയും ചെയ്ത കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത കേരളത്തിൻ്റെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലൻ അവർ, ബഹുമാന്യനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ, ബഹുമാന്യനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർ, ഇവർക്കൊക്കെ ചലച്ചിത്ര അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സ്വീകരിക്കാനെത്തിയ ആഫ്രിക്കൻ ഫിലിം ഡയറക്ടർ ശ്രീ അബ്ദുറഹ്മാൻ സിസാക്കോ പ്രത്യേക നന്ദി അറിയിക്കുന്നു. IFFKയുടെ ജൂറി ചെയർമാൻ ഇറാനിയൻ ഇൻഡിപെൻഡന്റ് ഫിലിം ഡയറക്ടർ ശ്രീ മഹമ്മൂദ് റസ്ലൂഫ് നന്ദി രേഖപ്പെടുത്തുന്നു. സിനിമാ ജീവിതത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ സമാന്തര സിനിമയുടെ മുഖ്യ പ്രയോക്താവ് ശ്രീ സയ്യിദ് അക്തർ മിർസ അവർക്ക് ചലച്ചിത്ര അക്കാദമിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ച ബഹുമാന്യനായ MLA ശ്രീ VK പ്രശാന്ത് അവർക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച കേരള സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ അവർക്ക് ചലച്ചിത്ര അക്കാദമിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ചലച്ചിത്ര അക്കാദമിയുടെ പ്രിയങ്കരനായ ചെയർപേഴ്സൺ ഡോക്ടർ റസൂൽ പൂക്കുട്ടി, പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ C. അജോയ്, KSFTC കേരള സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ മധുപാൽ, അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ, അന്തർദേശീയ ദേശീയ മലയാള സിനിമയുടെ ജൂറി അംഗങ്ങൾ, പത്ര ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ, കേരള പോലീസ്, പോലീസ് സേനാംഗങ്ങൾ, മെഡിക്കൽ ടീം, വളണ്ടിയേഴ്സ്, ഡ്രൈവേഴ്സ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ടീം, തിയേറ്റർ ഉടമകൾ, സ്പോൺസേഴ്സ്, ചലച്ചിത്ര അക്കാദമിയുടെ രാവും പകലും അധ്വാനിച്ച് ഈ മേള വൻ വിജയമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച
കേരള ചലച്ചിത്ര അക്കാദമിയുടെ മുഴുവൻ ജീവനക്കാർക്കും ചലച്ചിത്ര അക്കാദമിയുടെ ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ സിൽവി മാക്സിമേനയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്. നിങ്ങളില്ലെങ്കിൽ ഈ മേളയില്ല. നിങ്ങളാണ് യഥാർത്ഥ നായകന്മാർ ഈ മേളയുടെ. 13,000-ലധികം വരുന്ന ഡെലിഗേറ്റ്സ് ആണ് ഈ മേള വിജയിപ്പിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഈ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ചില പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും, പ്രിയപ്പെട്ട എല്ലാ സിനിമാ പ്രേമികൾക്കും ചലച്ചിത്ര അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സിനിമയിലൂടെ, കലയിലൂടെ നമുക്ക് മുന്നേറാം, പ്രതിരോധം തീർക്കാം. 31ാമത് IFFK വീണ്ടും നമുക്ക് കാണാം. അതുവരെ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് കേരളത്തിന്റെ യശസ്സായ, പ്രൗഢായ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നു മുതൽ നമുക്ക് വീണ്ടും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ മേളയുടെ വിജയത്തിനായി അഹോരാത്രം പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ സാധിക്കില്ല. സിനിമാ പ്രവർത്തകരുണ്ട്, സിനിമാ സംഘടനകളുണ്ട്, ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് 31ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ 2026 ഡിസംബറിൽ കാണാം. ലോങ് ലിവ് സിനിമ.